ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു എൻ്റെ അമേരിക്കൻ വ്ളോഗ്സ്. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് നമ്മൾ നയാഗ്ര ഫോൾസിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കേവ് ഓഫ് ദ വിൻഡ്സ് ഒക്കെ ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നയാഗ്ര ഫോൾസ് ബോട്ട് ടൂറൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് നിങ്ങൾ കേട്ടോ, എന്ത് രസമല്ലേ? അതുപോലെ അതിങ്ങനെ വീണ കാണാൻ എന്ത് രസം, ആർച്ച് ഷേപ്പിൽ. അതിൻ്റെ നടുക്കിലേക്കാണ് നമ്മുടെ ബോട്ട് ടൂർ നമ്മളെ കൊണ്ടുപോവാ. നമ്മൾ കാനഡ സൈഡിൽ നിന്ന് ആദ്യമായിട്ടാണ് മെയ്ഡ് ഓഫ് ദ ബോട്ടിങ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് എന്ന് US സൈഡിലാണ് പറയാം. അപ്പോൾ നമ്മുടെ ടൈമായപ്പോൾ നമ്മുടെ ടിക്കറ്റൊക്കെ മേടിച്ച് അവർ നമ്മളെ അകത്തേക്ക് കയറ്റി ബോട്ട് ടൂറിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾക്ക് വെയർ ചെയ്യാനുള്ള റെയിൻ കോട്ട്, റെഡ് കളർ റെയിൻ കോട്ടൊക്കെ അവർ തന്നു. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ നടന്ന് പോയിട്ട് ഇങ്ങനെ അതിന് ബോട്ടിൽ കയറാനുള്ള ലൈനിൽ കയറി നിൽക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബോട്ടിൽ ഇപ്പോൾ കയറി കേട്ടോ. ഇപ്പോൾ ഈ ബോട്ട് എന്ന് പറയുന്നത് 2 നിലയായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് നിന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് ഫ്രണ്ടിൽ തന്നെ വന്ന് നിന്നു. ഫ്രണ്ടിൽ റൈറ്റ് സൈഡിലായിട്ടാണ് ഞങ്ങൾ വന്ന് നിന്നത്. കാണില്ല, അതൊക്കെ കെട്ടിപ്പൊട്ടിച്ചിട്ട് ശരിക്കും അങ്ങനെ വെച്ചോ കുഴപ്പമില്ല, വെള്ളം കയറില്ല. അപ്പോൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്യണേക്കാട്ട് മുന്നേ അവർ നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും. അപ്പോൾ നമ്മുടെ ഫോണ് കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അടുത്തെത്താറാകുമ്പോൾ വെള്ളമൊക്കെ നമ്മുടെ മേത്തിക്കായിട്ട് ഭയങ്കര കൈയൊക്കെ നല്ല സ്ലിപ്പറി ആയിരിക്കും. പിന്നെ നമ്മുടെ വേറെ കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ചെറിയ പിള്ളേരെയൊക്കെ സൂക്ഷിക്കണം, ആ അറ്റത്തൊക്കെ പോയി നിൽക്കുമ്പോൾ അവരെയൊക്കെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ തരും കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുക. റെയിൻബോ. ഈ നയാഗ്ര ഫോൾസ് എന്ന് പറയുന്നത് 3 ഫോൾസ് ആയിട്ടാണല്ലോ. അമേരിക്കൻ ഫോൾസ്, ബ്രൈഡൽ വെയിൽ ഫോൾസ്, ഹോർഷിയോ ഫോൾസ്. അപ്പോൾ ആദ്യം തന്നെ ഈ അമേരിക്കൻ ഫോൾസിൻ്റെ സൈഡിൽ കൂടെ കൊണ്ടുവന്ന് ബ്രൈഡൽ വെയിൽ ഫോൾസും കവർ ചെയ്തിട്ട് പിന്നെ ഹോർഷിയോ ഫോൾസിൻ്റെ അവിടേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ചെന്നിട്ട് ആ സെൻറ്ററിലിട്ട് അവർ ടേൺ ചെയ്യും ബോട്ട്. എന്നിട്ട് 2 സൈഡിലും ഉള്ള ആൾക്കാർക്ക് ഒരുപോലെ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും അവർ അമേരിക്കൻ സൈഡിൽ കൂടെ അമേരിക്കൻ ഫോൾസിൻ്റെ അടുത്തിൽ കൂടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടാണ് തിരിച്ച് ബോട്ട് സ്റ്റോപ്പ് ചെയ്യുക. ക്ലിയർ ആയില്ലേ റെയിൻബോ? നമ്മുടെ മേത്തേക്ക് ഇപ്പോഴേ എന്താ പറയുക, വാട്ടർഫാൾസിൻ്റെ മിസ്റ്റ് ഇങ്ങനെ നമ്മളെ മേത്തേക്ക് ഇപ്പോഴേ വീണ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ചിരിക്കാനൊക്കെ തുടങ്ങി. അതാണ് അവിടെ നോക്കിയാൽ കാണാൻ ഇങ്ങനെ ആ വാട്ടർഫാളിൻ്റെ അടുത്ത് നിറച്ച് പുക പോലെ കാണില്ലേ കേട്ടോ. അത് മൊത്തം മിസ്റ്റാണ് കേട്ടോ. അമ്മേരെ മുഖത്തേക്കൊക്കെ ഇങ്ങനെ വെള്ളം അടിച്ചിട്ട് അപ്പം ഇങ്ങനെ കണ്ടിങ്ങനെ അടിച്ച് പിടിച്ച് കണ്ടിങ്ങനെ ചിമ്മി പിടിച്ചിരിക്കുക.
നമുക്കൊരു എന്താ പറയുക, ഒരു സ്വർഗത്തിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്ന ഒരു ഫീലിംഗ് ആണ് കേട്ടോ. അവിടെ ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് തന്നെയാണ് അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ. അപ്പോൾ നമ്മളവിടെ ഏറ്റവും അറ്റത്ത് വരെ അവിടെ ആ ഹോർഷ്യൂ ഫാൾസിൻ്റെ അവർക്ക് ഏറ്റവും അടുത്തായിട്ട് അവർക്ക് എത്രത്തോളം എത്തിക്കാൻ പറ്റും അവിടെ വരെ നമ്മളെ കൊണ്ടുപോയിട്ട് നമ്മളിങ്ങനെ ബോട്ടിങ്ങനെ വളച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ അമേരിക്കൻ ഫാൾസിൻ്റെ ഒക്കെ തൊട്ടടുത്തേക്ക് അവിടെ ഒന്നും കൂടി കൊണ്ടുവന്നിട്ടാണ് കേട്ടോ നമ്മൾ തിരിച്ച് വന്നിടത്തേക്ക് തന്നെ ബോട്ട് കൊണ്ടുപോകും കേട്ടോ. കാനഡ പാലത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് അച്ഛാ? അടിപൊളിയാ, വേറെന്ത് പറയല്ലേ, ഗംഭീരം. കടക്കണ്ട വെള്ളമേത്തിക്കായിട്ടേ അമ്മ ക്രിസ്മസ് അപ്പൂപ്പന വല്ലിട്ട് കട. അപ്പം നമ്മുടെ ബോട്ട് ടൂറൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബോട്ട് വന്നിടത്തേക്ക് തന്നെ അടുപ്പിച്ച് നിർത്തുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങണേക്കാട്ടും മുന്നായിട്ട് അവിടെ തന്നെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾ ബോട്ട് ടൂറൊക്കെ കഴിഞ്ഞിട്ട് നയഗ്രയിൽ അവിടെ കാനഡയിൽ തന്നെ ക്ലിഫ്റ്റൺ ഹിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള സ്ട്രീറ്റിലേക്കാണ് വന്നിക്കണം. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ്, പിന്നെ എന്താ പറയുക, റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. കുറേ തീംഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സും പിന്നെ എന്താ പറയുക, ഇങ്ങനെ ഹൊറർ പ്ലേസുകളും അങ്ങനത്തെ ഒക്കെ ഉണ്ട്. കുറേ കണ്ട വലിയ ജയൻറ്റ് വീൽഡ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. നല്ല രസമൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചാൽ. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ബോട്ട് ടൂർ രാവിലെ 8 മണിക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് സമാധാനമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. വീട്ടിലേക്ക് പോകണേക്കാട്ടും മുന്നേ ഞങ്ങൾ ഒന്നും കൂടി അവിടെ നയഗ്ര ഫാൾസിൻ്റെ അവിടെ അറ്റത്ത് വന്ന് നിന്നിട്ട് ഒന്നും കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. നല്ല രസമാണ് കേട്ടോ കാണാൻ. നോക്കി, അതുപോലെ ആ ബോട്ട് പോകണില്ലേ, അതാണ് നമ്മളും പോയ ബോട്ട്. അതിനിങ്ങനെ സെൻറ്ററിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകണം കണ്ടോ, അതുപോലെ നമ്മൾ പോയത് കേട്ടോ. അടിപൊളിയാണ് എക്സ്പീരിയൻസ്, നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. റെഡ് കളറിൽ കാണുന്നത് ആൾക്കാർ റെയിൻകോട്ട് ഇട്ട് നിൽക്കുന്ന കേട്ടോ. അതുപോലെ അപ്പുറത്ത് കാണുന്ന ബോട്ട് ബ്ലൂ കളറിലുള്ളത് US സൈഡിൽ നിന്ന് വരുന്ന ബോട്ടാണ്. അതിൽ ആൾക്കാർ ബ്ലൂ കളർ റെയിൻകോട്ടാണ് ഇടുക. ഇങ്ങനെ സൈഡ് ബാക്കി കൂടെ നടന്നിട്ടിരിക്കുകയാണ് നയഗ്ര ഫാൾസിൻ്റെ കാനഡ സൈഡിൽ.
അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നയാഗ്രയിലെ കാഴ്ചകളും ബോട്ട് ടൂറൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ എഴുതി അറിയിക്കണം കേട്ടോ. നിങ്ങൾക്ക് നയാഗ്ര ഫോൾസ് ഒക്കെ എന്തോരം ഇഷ്ടപ്പെട്ടെന്ന് കമൻസിലൂടെ നിങ്ങൾ എഴുതി അറിയിക്കണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.